നമുക്ക് ഈ ഒരു മഴക്കാലത്ത് വളരെ രോഗാതുരമായിട്ടുള്ള ഒരു കാലമാണിത്. പലവിധ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള കാലമാണ്. എന്നാൽ ഇതിനെ നമുക്ക് ഊർജ്ജസ്വലതയും ബലവും അതുപോലെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് തരുന്ന രീതിയിൽ ഈ ഒരു കാലത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കർക്കിടക മാസത്തിന് അതിന് നമ്മുടെ മുറ്റത്തൊക്കെ തന്നെ ഒരു മഴ പെയ്ത് തോർന്നാൽ തല പൊക്കി വരുന്ന പലവിധ ഔഷധ ചെടികളുണ്ട്. പല നിറത്തിലും പല ഭാവത്തിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ആരും ഗൗനിക്കാതെ കിടന്നിരുന്ന പലവിധ ഔഷധ സസ്യങ്ങൾക്കും ഓൺമേശയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ കർക്കിടകം. അപ്പോൾ ഈ 10 ഇലകൾ ഏതാണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കിയാലോ. നെയ്യുണ്ണി, താള്, തകര, തഴുതാമ, കുമ്പളം, മഞ്ഞവെള്ളരി, ആനക്കൊടിത്തൂവ, ചീര, ചേന ചേർന്നാൽ 10 ഇലയെന്ന് വാമൊഴി. പയറില, മുക്കുറ്റി, കീഴാർനെല്ലി എന്നിവയും ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട്. വീഡിയോ പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വീണ്ടും വിശദമായിട്ട് പറഞ്ഞു തരാം. തഴുതാമയാണ്. തഴുതാമയെ കുറിച്ച് നമുക്കറിയാം, ശരീരത്തിൽ നീർക്കെട്ടിനെ അകറ്റാൻ ഏറെ വിശേഷപ്പെട്ട ഒരു ഔഷധം തന്നെയാണെന്നുള്ളത്. ഇതിന്റെ ഇലയും തണ്ടും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും. കരൾ രോഗത്തിന് ഏറെ ഉത്തമമാണ് എന്നതിനു പുറമെ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ ഇത് മൂത്രവിസർജനം ശക്തിപ്പെടുത്തുന്നുണ്ട്. പിത്തം, ചുമ, നീര്, പനി എന്നീ അസുഖങ്ങൾക്ക് പരിഹാര മാർഗവും കൂടെയാണ്. ഇൻസുലിൻ ഉത്പാദനത്തെ സഹായിക്കുന്നത് കൊണ്ട് പ്രമേഹത്തിന് ഉത്തമ ഔഷധമാണ്. വാതസംബന്ധ രോഗങ്ങളിൽ ഏറെ സഹായിയാണ് തഴുതാമ. രണ്ടാമത്തേത് താളാണ്. ചേമ്പിൻ താള് കേട്ടിട്ടുണ്ടാവും. കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം എന്നിവയാൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. ഇത് തൊലി നീക്കിയ ഇളം തണ്ടുകളും വിടരാത്ത ഇലയുമാണ് ഏറെ നല്ലത്. ഭൂഖണ്ഡത്തിൽ അന്നജം ഏറെയായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കും. നാരുകളാൽ സമ്പുഷ്ടമാണ്. ഇത് രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഉത്തമമാണ്. മാംസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിന് നല്ലൊരു പ്രതിവിധിയാണ്. സന്ധിവേദന, എല്ല് തേയ്മാനം തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെ സഹായിയായിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തേത് തകര. ഇതിൽ ദഹനശേഷി കൂട്ടാനും ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം മാറ്റാൻ സഹായിക്കുന്നുണ്ട്. തകരയുടെ മൂക്കാത്ത ഇലകളാണ് ഏറെ രുചികരമായിട്ടുള്ളത്. അലർജി മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. നാലാമത്തേത് ആനക്കൊടിത്തൂവ, ചൊറിയണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ്. ഇരുമ്പ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, വൈറ്റമിനുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. മൂക്കാത്ത ഇലകൾ പറിച്ച് ഗ്ലൗസ് ഇട്ട കൈകൾ കൊണ്ട് പറിക്കുന്നതാണ് നല്ലത്. രക്തശുദ്ധിക്കും നീർക്കെട്ടിനും ഒന്നാന്തരം മരുന്നാണ്. ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഏറെ ഉത്തമം. അഞ്ചാമത്തേത് കുമ്പളത്തിന്റെ ഇലയാണ്. ഭക്ഷ്യനാരുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ധാരാളമുള്ള കുമ്പളത്തിലെ ദഹനവ്യൂഹം ശുദ്ധമാക്കാൻ സോഡിയം, റൈബോഫ്ലാവിൻ, അതുപോലെ മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് BP കുറയ്ക്കുന്നത് വഴി ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെ സഹായിക്കുന്ന ഒരു ഇലയാണ്. ആറാമത്തേത് മത്തൻ ഇലയാണ്. കാൽസ്യം, ഫോസ്ഫറസ്, ധാതുക്കൾ, വിറ്റാമിനുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹനശക്തി എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ട്. വാതപിത്ത കഫ ദോഷങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു.